കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT സോഷ്യൽ സയൻസ് സീരീസിൽ ഇന്ന് 7ാം ക്ലാസ്സിലെ പാഠം 3 ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. ഭരണഘടനയെക്കുറിച്ചുള്ള എല്ലാ ഭാഗങ്ങളും ഇതിൽ വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഭാഗത്തിൻ്റെയും ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത്. SCERTയിൽ വരുന്ന ഭരണഘടന എന്ന ടോപ്പിക്കിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും. കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നിന്നും അതുപോലെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലും കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. എല്ലാം ഉൾച്ചേർത്തിട്ടുള്ള ക്ലാസ്സാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. പാഠം 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിച്ച് വരുന്നത്? നമുക്കറിയാം, ഇന്ത്യ ഒരുപാട് കാലം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. ഒരുപാട് കാലം ബ്രിട്ടീഷ് അടിച്ചമർത്തി കൊണ്ടുവന്നു. അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് സ്വതന്ത്ര സമരങ്ങൾ ഉയർന്നു വരുന്നു. ഈ സ്വതന്ത്ര സമരങ്ങൾക്ക് ശേഷം ഇന്ത്യ സ്വതന്ത്രമാവുകയും ഒരു ഭരണഘടന രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത് എവിടെ നിന്നാണ്? 1857 ഒന്നാം സ്വതന്ത്ര സമരത്തിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് സ്വതന്ത്ര സമരങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം വരുന്നത് 1857 ഒന്നാം സ്വതന്ത്ര സമരത്തോടു കൂടിയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള ആദ്യ ബഹുജന സമരമായിരുന്നു 1857 സമരം. ഈ ഒരു കാലത്ത് നമുക്കറിയാം, ശിപ്പായികളാണ് ആദ്യമായിട്ട് ഈ ഒരു സമരം തുടങ്ങുന്നത്. നമ്മൾ മറ്റൊരു പാഠഭാഗത്ത് കൃത്യമായിട്ട് 1857 പഠിക്കുന്നുണ്ട്. ശിപ്പായികളാണ് ആദ്യം സമരം തുടങ്ങുന്നത്. പിന്നീട് ഇന്ത്യയിൽ ഒരുപാട് ഭാഗത്ത് ഈ ഒരു സമരം ഉയർന്നു വരികയും പക്ഷെ ഇത് പരാജയപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്തുന്നുണ്ട്. എന്നാലും ഇന്ത്യയിൽ സ്വതന്ത്ര സമരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ്? 1857 അപ്പോൾ ഒന്നാം സ്വതന്ത്ര സമരം എന്നറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള ആദ്യ ബഹുജന സമരമായിരുന്നു 1857. അന്ന് ഒരുപാട് പ്രാദേശിക സംഘടനകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. അന്ന് 1857 ഉയർന്നു വന്ന പ്രാദേശിക സംഘടനകളാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. ദെൻ ഭരണഘടനയുടെ മുൻഗാമി. ആരാണ് ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത്? നമുക്കറിയാം, 1950 ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാവുന്നത്. 1950. അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തും അതുപോലെ തന്നെ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതിനുശേഷം 3 വർഷമുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നതിന് എന്തടിസ്ഥാനത്തിലായിരുന്നു? അതാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഭരണഘടനയെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. അപ്പോൾ വളരെ എല്ലാ കാര്യത്തിനെ കുറിച്ചും ബേസിക്കായുള്ള കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ വരുന്നത്. പാഠപുസ്തകത്തിലും അതുപോലെ ഹാൻഡ് ബുക്കിലും വന്നുള്ള പോയിന്റ്സ് മാത്രമാണ് ഈ ക്ലാസ്സിൽ തരുന്നത്. ഇനി തുടർന്ന് വരുന്നുള്ള ഭരണഘടനയുടെ ചാപ്റ്റേഴ്സിൽ നമുക്കിതൊക്കെ വിശദീകരിച്ച് പഠിക്കാം. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് പാഠപുസ്തകത്തിൽ വരുന്നുണ്ട്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളുണ്ടായിരുന്നു. അപ്പം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ പ്രവിശ്യകളായിട്ടായിരുന്നു ഭരണങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളുണ്ടായിരുന്നു. ഈ ദ്വിമണ്ഡല സഭ എന്ന് പറയുന്നത് എന്താണ്? അധോസഭയും ഉപരിസഭയും 2 സഭകളായിട്ടാണ് അവിടെ ഭരണം നടന്നിരുന്നത്. അപ്പോൾ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഈ ഒരു ആക്റ്റിൽ ഉണ്ടായിരുന്നത്. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭാ ഭരണമായിരുന്നു. അധോസഭ ഉപരിസഭ എന്നറിയപ്പെടും. അധോസഭയെ ഹൗസ് ഓഫ് അസംബ്ലി എന്നാണ് പറയുന്നത്. ഉപരിസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. അതായത് നമ്മുടെ ഇന്നത്തെ പോലെ തന്നെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും അന്ന് അധികാരം വിഭജിച്ചിരുന്നു. ഇതിനെയാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. ഫെഡറൽ സംവിധാനം എന്താണ്? കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും അധികാരം വിഭജിക്കുന്ന ഈ ഒരു സംവിധാനത്തെയാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്.
ഫെഡറൽ സംവിധാനത്തിൽ 3 ലിസ്റ്റുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഓരോ മേഖലയെക്കുറിച്ചും ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ മേഖല എടുത്താൽ അതിനെ കേന്ദ്രത്തിന് ഉള്ള കീഴിലായിരിക്കും, അല്ലെങ്കിൽ പ്രവിശ്യക്ക് കീഴിലായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്രത്തിനും പ്രവിശ്യക്കും കീഴിലായിരിക്കും. അപ്പോൾ ഓരോ മേഖലയും ആരുടെ കീഴിലാണ് വരുന്നത് അത് ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് ഫെഡറൽ ലിസ്റ്റ്, പ്രവിശ്യ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന മേഖലകളാണ്. പ്രവിശ്യ ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രവിശ്യക്ക് കീഴിൽ വരുന്നത്. കൺകറൻറ്റ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും തുല്യ അധികാരങ്ങളുള്ള മേഖലകളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ നോക്കാം. ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിയുടെ ചില സവിശേഷതകളാണ് തന്നിട്ടുള്ളത്. 6 പ്രവിശ്യകളിലായിട്ട് ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഈ ആക്ടിൽ ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയാണ് അധോസഭയും ഉപരിസഭയും. അധോസഭ ഹൗസ് ഓഫ് അസംബ്ലി എന്നറിയപ്പെടുന്നു. ഉപരിസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു. ദെൻ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. അതായത് ഫെഡറൽ സംവിധാനമായിരുന്നു. ആ സംവിധാനത്തിൽ ഫെഡറൽ ലിസ്റ്റ്, പ്രവിശ്യ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവ ഉണ്ടായിരുന്നു. ദെൻ ഭരണഘടന നിർമ്മാണ സഭ. അപ്പോൾ ഭരണഘടന നമുക്ക് 1950 ഭരണഘടന നിലവിൽ വന്നു. ഈ ഭരണഘടന നിർമ്മിക്കുന്നത് ആരാണ്? ഭരണഘടന നിർമ്മാണ സഭയാണ്. 1946 ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്നതാണ് പറയുന്നത്. 1946 അധികാര കൈമാറ്റ ചർച്ചയ്ക്കെത്തിയ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ 1946 ഇന്ത്യ സ്വതന്ത്രമാകുന്നതിൻ്റെ തലേ വർഷമാണ്. ആ വർഷത്തിൽ ബ്രിട്ടീഷിൽ നിന്ന് ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലോട്ട് വന്നു. ഇവർ അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ അധികാരം കൈമാറുന്ന ചർച്ചയ്ക്ക് വേണ്ടി വന്നവരാണ് ഇവർ. ഇന്ത്യക്കൊരു ഭരണഘടന വേണം, അതുകൊണ്ട് തന്നെ ഭരണഘടന നിർമ്മിക്കാൻ ആവശ്യമായൊരു നിർമ്മാണ സഭ വേണം. അങ്ങനെ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. 1946 രൂപീകരിക്കുന്നത്. ക്യാബിനറ്റ് മിഷന്റെ തലവനാരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ തലവൻ ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഇദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചതാണ് ക്ലെമന്റ് ആറ്റ്ലി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. ഈ ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ദെൻ ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന നിർമ്മിക്കാൻ തുടങ്ങി. എത്ര കാലയളവിലൂടെയാണ് ഭരണഘടന നിർമ്മിക്കുന്നത്? 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് ഭരണഘടന രൂപീകരിക്കുന്നത്. 2 വർഷം 11 മാസം 17 ദിവസം. അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചിട്ട് ആദ്യമായിട്ട് അവർ സമ്മേളനം കൂടുന്നത് 1946 ഡിസംബർ 9 1946 ഡിസംബർ 9 ഇവർ ആദ്യമായിട്ട് സമ്മേളിക്കുന്നത്. ആദ്യ സമ്മേളനത്തിൽ 389 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു. അപ്പോൾ ഇന്ത്യ അന്ന് എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പ്രവിശ്യകളും അതുപോലെ തന്നെ നാട്ടുരാജാക്കന്മാരുടെ നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരിൽ നിന്നും പ്രതിനിധികൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നു. 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു. അതിൽ 15 വനിതകൾ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 389 15 വനിതകൾ ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിൽ നിന്നുള്ള വനിതകളാണ് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ദെൻ ഭരണഘടനയുടെ കരട് നിർമ്മാണം നടത്തുന്നതാരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കരട് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇവരാണ് ഇതിൻ്റെ കരട് രൂപം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N. ഗോപാലസ്വാമി അയ്യങ്കാർ, K.M. മുൻഷി, T.T. കൃഷ്ണമാചാരി. കരട് കമ്മിറ്റിയിലെ അംഗങ്ങൾ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ,
എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, TT കൃഷ്ണമാചാരി. മൊത്തത്തിൽ 11 തവണയാണ് സഭ സമ്മേളിക്കുന്നത്. അപ്പോൾ ആദ്യം സമ്മേളിച്ചത് ഡിസംബർ 9, 1946 2 വർഷത്തോടുകൂടിയാണ് ഭരണഘടന നിർമ്മിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അവർ 11 തവണ സഭ സമ്മേളിക്കുന്നുണ്ട്. സമ്മേളിച്ച് 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ട് ഭരണഘടന നിർമ്മിക്കുന്നു. അതിനുശേഷം ഇത് അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്നാണ് 1949 നവംബർ 26 അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കായത്. നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക്കായി. അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ ഒന്നുകൂടി നോക്കാം. 1946 അധികാര കൈമാറ്റ ചർച്ചയ്ക്ക് എത്തിയ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചതാരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനത്തിൽ 389 അംഗങ്ങളായിരുന്നു. 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യ പ്രവിശ്യകളിൽ നിന്ന്, 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന്, 15 വനിതകളും ഉണ്ടായിരുന്നു. ഈ 15 വനിതകളിൽ 3 കേരളീയരാണ് ഉണ്ടായിരുന്നത്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാന് ഡോക്ടർ BR അംബേദ്കർ. അംഗങ്ങൾ അല്ലാളി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, TT കൃഷ്ണമാചാരി. 11 തവണയാണ് മൊത്തത്തിൽ സഭ സമ്മേളിക്കുന്നത്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അതാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. നിലവിൽ വരുന്നത് 1950 ജനുവരി 26 നിലവിൽ വരുമ്പോൾ ഇതിൽ 12 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. പാർലമെൻറ്റ് അതുപോലെ സവിശേഷതകളായിട്ട് പറയുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയിൽ പാർലമെൻ്ററി ജനാധിപത്യ ഭരണം കൊണ്ടുവരുന്നു. ജനങ്ങൾക്കാണ് പരമാധികാരം, മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് വരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായിരുന്നു. നിലവിൽ വന്നത് 1950 ജനുവരി 26 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം. അപ്പോൾ ഈ ഓരോ സവിശേഷതയും എന്താണെന്ന് നോക്കാം. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ഇന്ത്യയിലെ രാജ്യത്തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്, ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഭരണകൂട തലവൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി, ഹെഡ് ഓഫ് ഗവൺമെൻറ്. രാജ്യത്തലവൻ രാഷ്ട്രപതിയും ഭരണകൂട തലവൻ പ്രധാനമന്ത്രിയും. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങളാണ് ഭരണാധികാരികളെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാ അധികാരങ്ങളും എവിടെയാണുള്ളത്? ജനങ്ങളിലാണ്. ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. മൗലികാവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന മൗലികാവകാശങ്ങളുണ്ട്. ഇതാണ് മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. പാർട്ട് 3 മൗലികാവകാശങ്ങൾ വരുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ പരാമർശിക്കുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഭരണഘടനയിൽ വരുന്ന മൗലികാവകാശങ്ങളാണ്. പാർട്ട് 3 മൗലികാവകാശങ്ങൾ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ
ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ദെൻ മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. ദെൻ മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങൾ. അപ്പോൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഇത് പരാമർശിക്കുന്നത്. മൗലികാവകാശം 35 വരെയാണ്. അതിനുശേഷം വരുന്നത് പാർട്ട് 4 മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ആർട്ടിക്കിൾ 51 വരെയാണ് ഇത് വരുന്നത്. ദെൻ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പോൾ കോടതിയെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. നിയമനിർമ്മാണവും കാര്യനിർവഹണവും ഉദ്യോഗസ്ഥരിൽ നിന്നും ബ്യൂറോക്രസിയിൽ എല്ലാവരിൽ നിന്നും എന്താണ് സ്വതന്ത്രമാക്കപ്പെട്ട കോടതി വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ദെൻ ഫെഡറലിസം, അതായത് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് 7ാമത്തെ പട്ടികയിൽ, ഭരണഘടനയിൽ 7ാമത്തെ പട്ടികയിലാണ് ഫെഡറലിസത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. 3 ലിസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ പോലെ തന്നെ ഇവിടെയും 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, അതായത് കേന്ദ്രത്തിന് വരുന്ന അധികാര പരിധിയിൽ വരുന്നതാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് അറിയുമ്പോൾ സ്റ്റേറ്റിൻ്റെ അധികാര പരിധിയിലുള്ളത്. കൺകറൻറ്റ് ലിസ്റ്റ് അറിയുന്നത് സ്റ്റേറ്റിനും കേന്ദ്രത്തിനും അധികാരം വരുന്ന മേഖലകളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. ദെൻ ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമില്ല. ദെൻ എന്താണ് പോക്സോ ആക്ട് 2012? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് 2012. പോക്സോ എന്നതിൻ്റെ ഫുൾ ഫോം വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സ് വരെ താഴെയുള്ളവരെയാണ് കുട്ടികളായിട്ട് കണക്കാക്കുന്നത്. ഇത് പോക്സോ കേസ് എടുക്കുന്നത് വകുപ്പ് 19 പ്രകാരമാണ്. ഈ കേസ് എടുക്കുന്ന പോലീസിനെ പറയുന്ന പേരാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ്. അപ്പോൾ പോക്സോ ആക്ട് 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ്. ഫുൾ ഫോം പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായിട്ട് കണക്കാക്കുന്നത്. കേസെടുക്കുന്നത് വകുപ്പ് 19 പ്രകാരമാണ്. കേസെടുക്കുന്നവരെ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ് എന്നാണ് പറയുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആക്ട് വരുന്നത് 2005 വർഷങ്ങൾ പഠിച്ചിരിക്കണം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വരുന്നത് 2013 ജൂൺ 3 ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ 2005 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013 വന്നിട്ടുള്ളത്. ദെൻ എന്താണ് ഭേദഗതി? ഭേദഗതി എന്ന് പറയുന്നത് ഭരണഘടന നിർമ്മിക്കുന്നത് 1950 അതിനുശേഷം ഒരുപാട് വർഷക്കാലത്തേക്കുള്ളതാണ് ഈ ഭരണഘടന. അപ്പോൾ ഈ ഭരണഘടനയിൽ കാലാനുസൃതമായിട്ടും മറ്റും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ ഭേദഗതി എന്ന് പറയും. വകുപ്പ് 368 പ്രകാരമാണ് പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നൽകുന്നത്. വകുപ്പ് 368. അപ്പോൾ പാർലമെൻറ്റാണ് ഭേദഗതി കൊണ്ടുവരിക. ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഭേദഗതി വന്നിട്ടുള്ള പ്രധാന ഭേദഗതികളാണ് ടേബിളിൽ തന്നിട്ടുള്ളത്. ഭേദഗതി 1 എന്ന് പറയുന്നത് 1951 ഒന്നാമത്തെ ഭേദഗതി നടക്കുന്നത്. ഇതിൽ പട്ടികകളുടെ എണ്ണം 9 മാറ്റി. ആദ്യം നിലവിൽ വരുമ്പോൾ 8 പട്ടികയാണുള്ളത്. അത് 9 മാറ്റുന്നത് ഒന്നാമത്തെ ഭേദഗതിയായിരുന്നു 1951. ഭേദഗതി 42 പിന്നെ വരുന്നത്. 2, 3, 4 ഒക്കെ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഭേദഗതി 42 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭരണഘടനയിൽ ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർക്കുന്നത് ഭേദഗതി 42 പ്രകാരമാണ് 1976. ദെൻ ഭേദഗതി 44 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി. അപ്പോൾ 1978 വരെ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. ഈ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കുന്നത് ഭേദഗതി 44 പ്രകാരം 1978. ദെൻ ഭേദഗതി 73 74 1992 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം വന്നു.
പഞ്ചായത്തി രാജ് നഗരപാലികാ നിയമം ഭേദഗതി 73-74 1992. ദെൻ ഭേദഗതി 86 2002 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. ഭേദഗതി 86 2002 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. ഭേദഗതി 101 2016 ചരക്ക് സേവന നികുതി GST കൊണ്ടുവരുന്നത്. ഭേദഗതി 101 2016 GST നിലവിൽ വരുന്നത്. ദെൻ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഭേദഗതിയാണ് ഭേദഗതി 106 2023 ഈ ഭേദഗതി വരുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം, അതായത് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പാർലമെൻറ്റിലും മറ്റും 33% വരെ വനിതകൾക്ക് സംവരണം നൽകുന്ന ഭേദഗതിയായിരുന്നു ഇത്. ഭേദഗതി 106 2023 വന്നിട്ടുള്ളത്. നാരി ശക്തി വന്ദൻ അധിനിയം. 1973 ദെൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ സംഭവങ്ങളാണ് തരുന്നത്. 1973 കേശവാനന്ദ ഭാരതി കേസ് നടക്കുന്നുണ്ട്. ഈ ഒരു കേസിനനുബന്ധിച്ചാണ് സുപ്രീം കോടതി ഭരണഘടനയുടെ അടിത്തറ ഇളക്കരുത്, അതായത് ആമുഖത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരരുത്, അടിത്തറയുള്ള എല്ലാ കാര്യങ്ങളും ഭേദഗതി ചെയ്യാൻ പറ്റില്ല, അടിത്തറയായിട്ടുള്ള കാര്യങ്ങൾ ഇളക്കരുത് എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസ് പ്രകാരമാണ്. എടനീർ മഠം കാസർഗോഡുള്ള ആളായിരുന്നു കേശവാനന്ദ. ഇദ്ദേഹത്തിൻ്റെ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 പ്രധാനപ്പെട്ട ഇത് ഇമ്പോർട്ടൻ്റ് കാരണം എന്താണ്? ഭരണഘടനയുടെ അടിത്തറ ഇളക്കരുതെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ദെൻ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി നമ്മൾ പറഞ്ഞു. 2006 86ാമത്തെ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കുന്നത്. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി ചേർത്തത് വകുപ്പ് ആർട്ടിക്കിൾ 21 21A ചേർത്തത്. വകുപ്പ് 21A വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയ വകുപ്പ്. 2009 ആഗസ്റ്റ് 4 വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നുണ്ട്. 2009 ആഗസ്റ്റ് 4 വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത്. ഇത് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്. ദെൻ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാമത്തെ ഭേദഗതിയാണ്. എന്താണ് 42ാമത്തെ ഭേദഗതി? 1976 അഖണ്ഡത, സോഷ്യലിസം, മതേതരത്വം എന്ന വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇതിനെയാണ് 42ാമത്തെ ഭേദഗതിയാണിത്. ഇതിനെയാണ് ചെറു ഭരണഘടന എന്ന് പറയുന്നത്. ദെൻ 2 പുസ്തകങ്ങളാണ്. ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകം എഴുതിയത് M. ലക്ഷ്മികാന്താണ്. ഇന്ത്യൻ ഭരണഘടന എന്ന പുസ്തകം എഴുതുന്നത് ഡോക്ടർ M. V. പൈലിയാണ്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റി എഴുതിയത് M. ലക്ഷ്മികാന്താണ്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഡോക്ടർ M. V. പൈലിയാണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എല്ലാത്തിൻ്റെയും ബേസിക് കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ. ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഭരണഘടനയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്